മോഡേൺ സിസ്റ്റം അനുസരിച്ചിട്ട് വെരിക്കോസ് വെയിൻ ഉള്ള രോഗികളുടെ അടുക്കൽ പല ഓപ്ഷൻസ് ഉണ്ട്. അത് സർജറി ആയിരുന്നു ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ലേസർ അബ്ലേഷനും അതേപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി റേഡിയോ അബ്ലേഷൻ, അതേപോലെ തന്നെ സ്ക്ലീറോതെറാപ്പി, വളരെ വൈഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്ക്ലീറോതെറാപ്പി പോലുള്ള പ്രൊസീജിയേഴ്സാണ് ഉള്ളത്. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ 3 കൂട്ടവും നോൺ സർജിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സാണ്. അതിലൂടെ രോഗികൾക്ക് ഈ ഒരു ഡിസ്ഫിഗർമെൻറ്റ് മാറുന്നതിനായിട്ട് സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ ചില വെരിക്കോസ് അൾസേഴ്സിലും ഇതൊരു ചികിത്സയായിട്ട് തന്നെ പറയാറുണ്ട്. ഇനി എല്ലാ രോഗികളും ഈ ഒരു പ്രൊസീജിയേഴ്സിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആവശ്യമില്ല. ഈ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന വെരിക്കോസ് വെയിൻസ് ഉള്ള ആളുകൾ, അതേപോലെ തന്നെ കാലിൽ ഈ ഡിസ്ഫിഗർമെൻറ്റ് അവരുടെ ദൈനംദിന ജോലികളെ ബാധിക്കുന്ന രീതിയിലോ അതേപോലെ തന്നെ ഫാഷൻ ഇൻഡസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കാലിൽ വന്നേക്കുന്ന ആ ഒരു മുഴകൾ പുറമേ കാണുമ്പോഴത്തേക്കും അവരുടെ ജോലിയെ ബാധിക്കുന്ന ഒരു അവസ്ഥയായിട്ട് വരുന്ന കാരണം തീർച്ചയായിട്ടും ഈ ഒരു പ്രൊസീജിയറിലേക്ക് പോകേണ്ടതുണ്ട്.